Hi friends, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് കടന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ എംബ്രോയിഡറി ചെയ്യാൻ കഴിയുന്ന ഒരു ഫാബ്രിക്കിനെ പറ്റിയാണ് പരിചയപ്പെടുത്തുന്നത്. എയ്ഡ എന്നാണ് ആ ഫാബ്രിക്കിനെ നമ്മൾ പറയുക. സാധാരണയായി നമ്മൾ കോട്ടൺ, അതുപോലെ റോ സിൽക്ക്, ലിനൻ ഇതുപോലുള്ള ഫാബ്രിക്കിലാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യാറ്. ഇത് കൂടുതലായി നമ്മൾ ഡ്രസ്സ് തുന്നാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ എയ്ഡ മെറ്റീരിയൽ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് പോർട്രേറ്റ് ഫോട്ടോസ് തുന്നാൻ, അതുപോലെ തന്നെ ഡെക്കർ ഐറ്റംസിന്, പിന്നെ വാൾ ഹാങ്ങിങ് ഐറ്റംസിന്, ഹൂപ്പാട്ട് ചെയ്യാൻ, ഇതിനൊക്കെയാണ് നമ്മൾ എയ്ഡ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. എയ്ഡ മെറ്റീരിയൽ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ചാണ് ക്രോസ് സ്റ്റിച്ച്. മറ്റുള്ള എംബ്രോയിഡറി ചെയ്യുന്ന ഫാബ്രിക്കിലെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ തരം സ്റ്റിച്ചസും ഉപയോഗിക്കും. എന്നാൽ എയ്ഡ മെറ്റീരിയൽ നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്നത് ക്രോസ് സ്റ്റിച്ചാണ്. ബാക്കിയുള്ള ഫാബ്രിക്കിനെ അപേക്ഷിച്ച് ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ ഏറ്റവും ഈസിയും എയ്ഡ മെറ്റീരിയൽ തന്നെയാണ്. എയ്ഡ മെറ്റീരിയലിൽ നമുക്ക് പല ടൈപ്പ് ഉണ്ട്. സ്റ്റിഫ് ടൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ ക്ലോത്ത് ടൈപ്പും വരുന്നുണ്ട്. എംബ്രോയിഡറി ചെയ്യാൻ ഉപയോഗിക്കുന്ന കോട്ടൺ ത്രെഡ് തന്നെയാണ് നമ്മൾ എയ്ഡ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. എയ്ഡ മെറ്റീരിയൽ നമുക്ക് എംബ്രോയിഡറി മെറ്റീരിയൽസ് വാങ്ങാൻ കിട്ടുന്ന ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ടും ഇത് വാങ്ങാൻ കിട്ടും. ഞാനിപ്പോൾ ഓൺലൈനായിട്ടാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മേടിച്ചിരിക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇതുപോലെയാണ് നമ്മുടെ എയ്ഡ മെറ്റീരിയൽ ഇരിക്കുക. ഇതിപ്പോൾ ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്റ്റിഫായിട്ടുള്ളതാണ്. അപ്പോൾ സ്റ്റിഫായിട്ടുള്ള എയ്ഡ മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ എംബ്രോയിഡറി ചെയ്യാൻ നേരം നമുക്ക് റിങ് ഇടേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ സൂചി നൂലും വെച്ചിട്ട് തുന്നിയെടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ക്ലോത്ത് ടൈപ്പ് എയ്ഡ മെറ്റീരിയൽ ഉണ്ടെന്ന്. അത് ചെയ്യാൻ നേരം എന്തായാലും നമ്മൾ റിങ് ഇട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ കാണുന്ന ഹോൾസിലൂടെയാണ് നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യുക. ഈ ഓരോ ഹോൾസും നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് തുന്നുന്നത്. പിന്നെ എയ്ഡ മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് എയ്ഡ മെറ്റീരിയലിനെ നമ്മൾ കൗണ്ടഡ് ഫാബ്രിക് എന്നും പറയും. അതായത് ഇതിൻ്റെ ഈ ഹോൾസിൻ്റെ നമ്പേഴ്സ് അനുസരിച്ചിട്ടാണ് എയ്ഡയുടെ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് 1 ഇഞ്ചിൽ ഇത് എത്ര ഹോൾസ് വരുന്നുണ്ടോ ആ ഹോൾസിനനുസരിച്ചിട്ട് നമ്മൾ ആ എയ്ഡയ്ക്ക് പേര് കൊടുക്കും. അതായത് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ എയ്ഡയ്ക്ക് നമ്പർ 1 ഇഞ്ചിൽ 9 ഹോൾസാണ് വരുന്നത്. അപ്പോൾ ഈ എയ്ഡനെ നമ്മൾ പറയുക എയ്ഡ കൗണ്ട് 9. അതുപോലെ നമുക്ക് പല നമ്പേഴ്സിലും അവൈലബിൾ ആയിരിക്കും. ഇതുപോലെയാണ് നമ്മുടെ ക്രോസ് സ്റ്റിച്ചിൻ്റെ പാറ്റേൺ വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ എയ്ഡ മെറ്റീരിയൽ ഇതുപോലുള്ള ഒരു റോസ് തുന്നിയെടുക്കാമെന്ന് നോക്കാം. എയ്ഡ മെറ്റീരിയൽ ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പീസ് എയ്ഡ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പാറ്റേൺ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ എയ്ഡ മെറ്റീരിയൽ ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്ലവറിനനുസരിച്ചിട്ടുള്ള 2 കളർ ത്രെഡ് വേണം, റെഡും ഗ്രീനും. ഞാൻ ആങ്കർ ത്രെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 6 സ്ട്രാൻഡ്സ് ഫുള്ള് ഈ ഡിസൈൻ ചെയ്യാൻ വേണം. പിന്നെ വേണ്ടത് അധികം തിക്കല്ലാത്ത ഒരു നീഡിൽ. ഇനി നമുക്ക് ഫസ്റ്റ് എങ്ങനെയാണ് എയ്ഡ മെറ്റീരിയലിൽ ക്രോസ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഈ ഹോൾസിൻ്റെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇതുപോലുള്ള പാറ്റേൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലുള്ള ബോക്സസ് കൗണ്ട് ചെയ്തിട്ട് എയ്ഡ മെറ്റീരിയലിൽ ക്രോസ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ നേരം നോക്കേണ്ടത് ഈ ബോക്സസ് കൗണ്ട് ചെയ്യാം. ഇതിപ്പോൾ ഈ ഫസ്റ്റ് റോയിൽ എവിടെയാണ് ഈ റെഡ് കളർ വന്നിരിക്കുന്നത് അതുവരെ നമുക്ക് ഇത് കൗണ്ട് ചെയ്തിട്ട് എവിടെ നിന്നാണ് നമ്മുടെ ക്രോസ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെ കൗണ്ട് ചെയ്യാം. ഓരോ ബോക്സും എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്തെടുക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. അപ്പോൾ 20ാമത്തെ ബോക്സിലാണ് നമ്മുടെ ഫസ്റ്റ് റെഡ് ത്രെഡ് വെച്ചിട്ട് ക്രോസ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ തൊട്ടിട്ട് ഇവിടം വരെ എത്ര ബോക്സസ് വരുന്നുണ്ട് നോക്കാം. 1 2 3 4 5 6 ബോക്സാണുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ എയ്ഡ മെറ്റീരിയലും ഇതുപോലെ കൗണ്ട് ചെയ്ത് നമുക്ക് 20ാമത്തെ ബോക്സ് കണ്ടുപിടിച്ച് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ 6, അതായത് ഏകദേശം ഞാൻ നേരത്തെ കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ തൊട്ടിട്ട് ഇവിടം വരെ വരുമ്പോഴാണ് 20ാമത്തെ ഹോൾ ആവണത്. അവിടുന്ന് നമുക്ക്
6 ഹോൾസാണ് പിന്നെ വേണ്ടത്. അതായത് 1 2 3 4 5 6. പിന്നെ നമ്മൾ ഈ ഹോള് വരെയാണ് നമുക്ക് റെഡ് ത്രെഡ് വെച്ചിട്ട് ക്രോസ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് എങ്ങനെയാണ് ഒരു ക്രോസ് സ്റ്റിച്ച് ചെയ്യാമെന്ന് പഠിപ്പിച്ചു തരാം. അപ്പോൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ 6 സ്ട്രാൻഡ്സിൽ തന്നെയാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ എംബ്രോയ്ഡറി ചെയ്യാൻ നേരം ഈ ത്രെഡിൻ്റെ ലാസ്റ്റ് നോട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ എയ്ഡ മെറ്റീരിയൽ നമ്മൾ ചെയ്യാൻ നേരം നോട്ട് ഇട്ട് കൊടുക്കല്ല ചെയ്യേണ്ടത്. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് നീഡിലെ എയ്ഡ മെറ്റീരിയലിൻ്റെ അടിവശത്തു നിന്നും മുകളിലോട്ട് കുത്തിയെടുക്കാം. അപ്പോൾ ഈ ഹോളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വരിക. പിന്നെ മെല്ലെ വലിച്ച് നമ്മൾ നോട്ട് ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ വരുന്ന ത്രെഡ് കുറച്ച് ഇതുപോലെ നമ്മൾ ലെങ്ത്തിൽ ഇട്ട് കൊടുക്കണം. ഇതുപോലെ വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ നമ്മൾ ക്രോസ് സ്റ്റിച്ചാണ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ക്രോസ് എങ്ങനെയാണ്? ഇവിടെ നിന്ന് ഈ ഹോളിലോട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് അല്ല വരിക, ക്രോസ് ചെയ്തിട്ട് ഇതിലോട്ട്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്രോസ് കിട്ടി. ഇനി അടുത്തത് എങ്ങനെയാണ്? ഈ വരുന്ന സെക്കൻഡ് ഹോളിൽ നിന്ന് എയ്ഡയുടെ അടിവശത്തു നിന്ന് തന്നെ എടുത്ത് ഇതുപോലെ എടുത്ത് ഈ ത്രെഡിൻ്റെ ക്രോസായിട്ട് ഇങ്ങോട്ട് ഇതുപോലെയാണ് നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യുക. അടുത്തായി നമുക്ക് ഇതുപോലെ ഈ വന്ന ഹോളിൽ നിന്ന് താഴ്ത്തുനിന്ന് എടുത്ത് ക്രോസായിട്ട് ഇവിടെ കൊടുക്കുക. ഇത് ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മളിവിടെ താഴെ വിട്ട ത്രെഡ് ഇതിൻ്റെ ഉള്ളിലോട്ട് വരണം. അതായത് നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ 3 ബോക്സാണ് തുന്നിയിരിക്കുന്നത്. നമുക്ക് ഈ ഫ്ലവർ അനുസരിച്ചിട്ട് നമുക്ക് വേണ്ടത് ഫസ്റ്റ് റോയിൽ 6 ബോക്സസ് ആണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് 6 ബോക്സസ് ക്രോസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്സ്റ്റ് റോ വരുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇത് കൗണ്ട് ചെയ്യുക. എവിടുന്നാണോ ചെയ്യേണ്ടത് അവിടെ വെച്ച് ചെയ്യുക. അതുപോലെ ഇതിപ്പോൾ 2 ബോക്സ് കഴിഞ്ഞാൽ 2 ബോക്സ് ഇല്ല. അപ്പോൾ അതുപോലെ വിടുക. നമ്മൾ ത്രെഡ് വെച്ചിട്ട് ക്രോസ് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് റോ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നെക്സ്റ്റ് റോ വരുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്രോസ് ചെയ്യാനുള്ളത് ഇവിടെ നിന്ന് എടുക്കുക. ഇതുപോലെ ചെയ്യാം. ഇപ്പോൾ ഒരേ ത്രെഡ് തന്നെയാണ് നമുക്ക് കുറേ സ്ഥലത്ത് വരേണ്ടത് വെച്ചെങ്കിൽ അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ക്രോസ് ചെയ്ത് ചെയ്യേണ്ട. ആദ്യം നമുക്ക് ഇതുപോലെ ഫസ്റ്റ് ഓരോ ലൈൻ ചെയ്യാം. ഇതുപോലെ ക്രോസ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ഇതിൻ്റെ ക്രോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ചെയ്തിട്ട് പിന്നെ ഈ റോ കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ക്രോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എയ്ഡ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാൻ നേരം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ബാക്കി വരുന്ന ത്രെഡ് എന്ത് ചെയ്യും എന്നുള്ളത്.
നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ നോട്ട് ഇട്ട് കൊടുക്കാത്ത പോലെ തന്നെ ഇതിനും നമ്മൾ നോട്ട് ഇട്ട് കൊടുക്കുകയല്ല ചെയ്യാം. ഇപ്പോൾ ഇതാണ് എയ്ഡയുടെ ഫ്രണ്ട് പോർഷൻ. ഇത് ബാക്ക് സൈഡ് എടുത്ത് ഈ വരുന്ന ഇതിലോട്ട് നമ്മൾ ഇങ്ങനെ ഓരോ ത്രെഡിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഇതുപോലെ കയറ്റി കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ എപ്പോഴും നമുക്ക് ഓരോ ബോക്സ് ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് തുന്നാൻ നേരം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എത്ര ബോക്സസ് വരുന്നുണ്ട് അതിനനുസരിച്ചിട്ട് എല്ലാം കൗണ്ട് ചെയ്ത് ഇങ്ങനെ ലൈൻ വെച്ച് വരച്ച് അതിന് ശേഷം തുന്നിയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ, ഈ ഫ്ലവറിൻ്റെ ഡിസൈൻ ഇതുപോലെ തന്നെ നമുക്ക് എയ്ഡ മെറ്റീരിയൽ തുന്നിയെടുക്കാം. നമ്മുടെ റോസ് ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു ബോർഡർ ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഡിസൈനാണ് ഞാൻ നിങ്ങൾക്കായി കാണിച്ചത്. അടുത്ത വീഡിയോയിലൂടെ കൂടുതൽ എയ്ഡ ഫാബ്രിക് ഉപയോഗിച്ചുള്ള ഡിസൈൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. യൂസ്ഫുള്ളായി തോന്നുന്നുവെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുകയും വേണം. അടുത്തൊരു എംബ്രോയ്ഡറി വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.